നിരോധിത ഫലസ്തീൻ അനുകൂല സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ലണ്ടനിൽ പ്രക്ഷോഭം നടത്തിയ 500ഓളം പേർ അറസ്റ്റിൽ. പലസ്തീൻ ആക്ഷൻ എന്ന നിരോധിത സംഘടനയ്ക്ക് വേണ്ടിയാണ് പ്രതിഷേധക്കാർ ലണ്ടനിലെ ട്രഫ്ലഗർ ചത്തുരത്തിൽ തടിച്ച് കൂടിയത്. മാഞ്ചസ്റ്റർ സിനഗോഗിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന സർക്കാർ ആവശ്യം അവഗണിച്ചായിരുന്നു പ്രക്ഷോഭകാരികളുടെ നീക്കം. ഇസ്രയേൽ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഇന്നലെ കെയർ സ്റ്റാമർ അറിയിച്ചിരുന്നു. ഐസൺ, ഈ പ്രക്ഷോഭം, അതായത് പലസ്തീൻ അനുകൂല സംഘടനകളെ പിന്തുണയ്ക്കുന്ന നിലപാട് അത് ആര് സ്വീകരിക്കുന്നുവോ അവർ അറസ്റ്റിലാകുന്ന ഒരു സ്ഥിതി ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ലണ്ടനിലും സംഭവിച്ചത്. എന്തായാലും 500ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഇത്? എവിടെ നിന്നുള്ളവരാണ് അറസ്റ്റിലായത് ഐസൺ? തീർച്ചയായും ഇപ്പോൾ 500ഓളം പേർ, അതായത് ഏതാണ്ട് കൃത്യമായ കണക്കുകൾ വരുമ്പോൾ 488 പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്ന വിവരമാണ് ലണ്ടൻ പോലീസ് അറിയിക്കുന്നത്, ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് അറിയിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് പലസ്തീൻ ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഘടന, അതായത് പലസ്തീന് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു സംഘടന, ഈ സംഘടന നിരോധിക്കപ്പെട്ട സംഘടനയാണ് ലണ്ടനിൽ. ഈ സംഘടനയുടെ പ്രക്ഷോഭം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയൊരു പ്രകടനമാണ് നടന്നത്. ഈ ട്രഗ്ലഫർ സ്ക്വയറിൽ നടന്ന ഈ ആക്രമണത്തെ, ഈ പ്രതിഷേധത്തെ നടപ്പാക്കരുത്, അത്തരത്തിൽ പ്രതിഷേധിക്കരുത് എന്ന കൃത്യമായൊരു നിലപാട് കെയർ സ്റ്റാമറുടെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഈ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. നമുക്കറിയാവുന്നതാണ്, മാഞ്ചസ്റ്ററിലെ സിനഗോഗ് ആക്രമണത്തിൽ 2 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുക, 4ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഭീതിതമായൊരു സാഹചര്യം നിലനിൽക്കുകയും മരിച്ചവരോടുള്ള ആദരവ് നിലനിർത്തുകയും ചെയ്യേണ്ട സാഹചര്യത്തിൽ ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്തിരിയണമെന്നൊരാവശ്യം സർക്കാർ ഈ പ്രക്ഷോഭക്കാരോട് അറിയിച്ചിരുന്നു. എന്നാൽ അതിനെ കൂടി അവഗണിച്ചാണ് ഈ ട്രഗ്ലഫർ സ്ക്വയറിൽ ഈ ആക്രമണം നടത്തിയത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭം, ആളുകൾ തടിച്ചുകൂടിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭം നടത്തിയത്. 1000-ലേറെ പേർ തടിച്ചുകൂടിയാണ് പ്രക്ഷോഭം നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ കെയർ സ്റ്റാമറുടെ ഒരു മുന്നറിയിപ്പ് നിലനിന്നിരുന്നു. ലണ്ടനിലെ ഇസ്രയേൽ വിരുദ്ധ ആന്റിസെമിറ്റിസം ലണ്ടനിൽ വളരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന നിലപാട് ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഈ മാഞ്ചസ്റ്ററിലെ സിനഗോഗ് ആക്രമണത്തിന് പിന്നാലെ കെയർ സ്റ്റാമറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അക്കാര്യത്തിലുള്ള ആ മുന്നറിയിപ്പ് കൂടി അവഗണിച്ചാണ് നിരോധിത സംഘടന കൂടിയായ പാലസ്തീൻ ആക്ഷൻ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ഒരുങ്ങിയത്. അത് തന്നെയാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയും 488ഓളം പേരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. നിരോധിത പലസ്തീൻ അനുകൂല സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച 500ഓളം പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഐസൺ പങ്കുവച്ചത്.